analog electronics. Okay. അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ടുള്ള എല്ലാ സർക്യൂട്ട്സുകളെയാണ് നമ്മുടെ അനലോഗ് ഇലക്ട്രോണിക്സ് സർക്യൂട്ട് അല്ലെങ്കിൽ അനലോഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഓപ്പറേഷൻ ആംപ്ലിഫയർ സിംപ്ലി നോൺ ആസ് op-amp. ഓക്കെ, എന്തുകൊണ്ടാണ് അതിന് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ തരാം എന്താണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ, അല്ലെങ്കിൽ നമുക്കത് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റായിട്ട് ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്താണെന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങളിത് വെച്ചിട്ട് സർക്യൂട്ട്സുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓപ്പറേഷൻ ആംപ്ലിഫയർ ഈസ് എ ഡിവൈസ്, ഇറ്റ്സ് ആൻ ആംപ്ലിഫയർ യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ്. മീൻസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ലൈക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ, ലോഗരിതം, ആൻറ്റി ലോഗരിതം, അതുപോലത്തെ എല്ലാ ഓപ്പറേഷൻ ചെയ്യാനും. അത് വാല്യൂസിൻ്റെ ഫോമിലല്ല. ഇപ്പം നമുക്കിപ്പോൾ 2 വോൾട്ടേജും 3 വോൾട്ടേജും തമ്മിൽ ആഡ് ചെയ്യണം, അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പം വോൾട്ടേജുകൾ ആഡ് ചെയ്യണമെങ്കിൽ, വോൾട്ടേജ് ഡിഫറൻഷ്യേറ്റുകൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കറണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ, അങ്ങനത്തെയുള്ള ഫോംസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ സർക്യൂട്ടുകളെയാണ് നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, so it's used to perform basic operations like addition, subtraction, then differentiation, integration, logarithm, anti-logarithm. It goes like that. Used to perform almost all the operations. Okay. ബേസിക്കലി ഒരു ആംപ്ലിഫയർ സർക്യൂട്ടാണ്. ആംപ്ലിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സിഗ്നലിലെ സ്ട്രെങ്ത് കൂട്ടുക. ഓക്കെ, അതിനാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. മൈറ്റ് ബി ഇറ്റ്സ് വോൾട്ടേജ് ആംപ്ലിഫയർ, കറണ്ട് ആംപ്ലിഫയർ, എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം അതിന് ഈ ബേസിക് ഓപ്പറേഷൻ കൂടി പെർഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ടൈപ്പ് ആംപ്ലിഫയറെയാണ് നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. വി ഹാവ് നെഗറ്റീവ് ടെർമിനൽ ആൻഡ് പോസിറ്റീവ് ടെർമിനൽ ഈസ് ദെയർ, ആൻഡ് ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ടെർമിനലിനെയാണ് നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുക. സോ കൺസിഡർ ദിസ് ഈസ് V1 ആൻഡ് ദിസ് ഈസ് V2 ആൻഡ് ദിസ് V1 ഈസ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമ്മൾ ലേറ്റർ ഓൺ പഠിക്കും. നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ. So V2 is inverting input terminal, and this is V0. This is the output voltage. And we can also have supply voltages, that is plus VCC minus VE, like that. ഇങ്ങനെ ജനറലി ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഇൻസൈഡ് എന്താണ്? ഒരു 2 ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ് ഈ ഇൻസൈഡ് സർക്യൂട്ടിലുള്ളത്. ഓക്കെ, ഇതിനകത്ത് കുറേ റെസിസ്റ്ററും അതുപോലത്തെ റെസിസ്റ്റീവ് നെറ്റ്വർക്കൊക്കെ ഉണ്ട്. സോ ബട്ട് ഞാൻ അതൊന്നും വരയ്ക്കുന്നില്ല. വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കൊക്കെ വേണം ഇത് വർക്ക് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഞാൻ അതിൻ്റെ മേജർ ആയിട്ടുള്ള 2 പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. സോ ദിസ് ഈസ് പ്ലസ് VCC ആൻഡ് ദിസ് ഈസ് മൈനസ് VE. This is V1 and this is V2, and output is taken across this collector. This is Vout. It's simply a V1 minus V2. So this is V1 is positive terminal, V2 is negative terminal.
its output is like this. അപ്പോൾ ഇതെന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണെങ്കിൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് പോലത്തെ നെറ്റ്വർക്ക് വേണം. റെസിസ്റ്ററിൽ ഒരു കളക്ടറിൽ റെസിസ്റ്റർ വേണം, ബേസിൽ ഒരു റെസിസ്റ്റർ വേണം, ഇൻപുട്ടിൽ ഒരു റെസിസ്റ്റർ വേണം ഫോർ ദ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. നമ്മളത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ ബേസിൽ രണ്ടിലും B1 B2 ദാറ്റ് ഈസ് ദ ഇൻപുട്ട് ടെർമിനൽ. വൺ ഈസ് എ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ, ദിസ് ഈസ് a inverting terminal, and the output will be amplified version of V1 minus V2. Okay, this is the amplified version. Okay, this is generally the representation. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി സർക്യൂട്ട്സുകളുണ്ട്. ഓക്കെ, ഞാൻ അതൊന്നും വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് അത് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ആംപ്ലിഫിക്കേഷൻ വെയർ എ എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ദിസ് ഓപ്പറേഷൻ ആംപ്ലിഫയർ ആയിരിക്കും. എ എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടുകളുടെ ഡിഫറൻസ് അതിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഈക്വാലൻറ്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ out, this is V1, this is V2, so this is a positive terminal, this is negative terminal. Okay, this is the VID, difference between the input voltage and output voltage. Okay, ഇതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും. ഇതാണ് ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുക, A into VID. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ ഈക്വലൻറ്റ് സർക്യൂട്ട്. അപ്പോൾ ഈക്വലൻറ്റ് സർക്യൂട്ടിൽ എന്താണുള്ളത്? നമുക്ക് ഇൻപുട്ട് ടെർമിനൽ V1 ഉണ്ട്, V2 ഉണ്ട്. V1 എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്, V2 എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറയുന്നത് VID എന്ന് പറയുന്നത് V1 മൈനസ് V2 ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് വോൾട്ടേജ്. ആൻഡ് Rin എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്, ഈസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി Rin ഈസ് എ വെരി ഹൈ വാല്യൂ, വളരെ വലിയൊരു വാല്യൂ ആണ് Rin എന്ന് പറയുന്നത്. ആൻഡ് R0 ഈസ് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഇറ്റ്സ് എ വെരി സ്മോളർ വാല്യൂ, വെരി ലെസർ വാല്യൂ ആണ് R0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് A ഇൻറ്റു VID എന്ന് പറഞ്ഞ വാല്യൂ ആണ്. വേർ A ഇസ് ദ ട്രാൻസ്ഫറിങ്, ഇതാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് R0 വളരെ സ്മോൾ ആയ കാരണം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് VID തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. വേറെ R0 എന്ന് പറയുന്ന വാല്യൂ വളരെ സ്മോൾ റെസിസ്റ്റൻസ് ആയ കാരണം. ഓക്കെ, സോ ഇറ്റ്സ് വിൽ പ്രൊവൈഡ് എ വെരി ഹൈ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ വളരെ വലിയൊരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യും. ബിക്കോസ് Rin വാല്യൂ ഈസ് വെരി മച്ച് ഹയർ വാല്യൂ. Rin വാല്യൂ വളരെ വലിയൊരു വാല്യൂ ആയ കാരണം ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഐഡിയലി ദർ ഇസ് നോ കണക്ഷൻ എന്ന് വരെ പറയാം, അത്രമാത്രം ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യും. എന്നാലും ഇൻപുട്ടിൻ്റെ ഒരു ഡിഫറൻസിൻ്റെ ആംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക, A ഇൻറ്റു VID എന്ന് പറയുന്നത്. വേറെ A വാല്യൂ ഈസ് ഒരു വളരെ വലിയ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിഫറൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ റിലേഷൻ എന്ന് നോക്കാം. ആ റിലേഷനെ നമ്മൾ ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നു. ഓക്കെ, സോ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റിലേഷൻ also known as transfer curve. Okay, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
So consider this is plus VAD. Plus VAD എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? V1 is greater than V2 because VAD എന്ന് പറയുന്നത് V1 minus V2 ആണ് VAD എന്ന് പറയുന്നത്. Okay, this is minus VID. This is the output voltage plus Vout and minus Vout output. Okay, so VAD V1 is greater than V2 ആയി കഴിയുമ്പോൾ ഇറ്റ്സ് ലീനിയർലി വർക്ക് ചെയ്യും പ്ലസ് Vout കിട്ടും. അതുപോലെ VAD is less than V1 is less than V2 ആണെങ്കിൽ മൈനസ് VAD ആണ്, സോ മൈനസ് Vout കിട്ടും. So this is a linear region. Okay, up to some extent you will get a linear region. After that, so the Vout എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? A into VAD ആണ്, A into VAD ആണ്. After that you will get saturation. The saturation like this is minus Vsat, saturation voltage. This is plus Vsat. സോ ഇത്രയും റീജിയനിൽ മാത്രമാണ്, ഈ റീജിയനിൽ മാത്രമാണ് ലീനിയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ, ലീനിയർ റീജിയൻ. അപ്പോൾ ആംപ്ലിഫയർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ റീജിയനിൽ മാത്രമേ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അത് കഴിയുമ്പോൾ സാച്ചുറേഷൻ റീജിയനിലേക്ക് പോകും. ആൻഡ് ദിസ് റീജിയൻ ഈസ് നോൺ ആസ് പോസിറ്റീവ് സാച്ചുറേഷൻ. ദിസ് ഈസ് സാച്ചുറേഷൻ ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ് സാച്ചുറേഷൻ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഇപ്പോൾ VID എന്ന് പറഞ്ഞ വാല്യൂ ഒരു കുറച്ച് വലിയ വാല്യൂ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എയുടെ വാല്യൂ വലുതായ കാരണം ഇത് ഡെഫിനറ്റ്ലി ഗോസ് ടു സാച്ചുറേഷൻ വോൾട്ടേജ്. ഓക്കെ, സോ ദ ഡിഫറൻസ് വോൾട്ടേജ് VID ഷുഡ് ബി വെരി മച്ച് ലെസർ വാല്യൂ ആയിട്ടാണ് വയ്ക്കുക. എന്നാൽ മാത്രമാണ് ഈ ലീനിയർ റീജിയനിൽ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് സാച്ചുറേഷൻ റീജിയനിലേക്ക് പോകും. എങ്ങനെയാണ് അത് വെക്കുന്നതെന്ന് പറയാം. VIDയുടെ വാല്യൂസ് വളരെ സ്മോൾ ആക്കി വയ്ക്കാനായിട്ട് നമുക്ക് എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ സർക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലത്തിൽ ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണ് തരുള്ളൂ. ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ കുറച്ച് അസംപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ആ അസംപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, മോർ ദാൻ 90% പ്രോബ്ലത്തിലും ഈവൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഐഡിയൽ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ആൻ ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ. ഓക്കെ, ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കാം. കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും റീജിയനാണ് ലീനിയർ റീജിയനായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ലീനിയർ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇത്രയും റീജിയനാണുള്ളൂ. ബാക്കി പോസിറ്റീവ് സാച്ചുറേഷനും നെഗറ്റീവ് സാച്ചുറേഷനിലേക്ക്. വൺസ് ഇറ്റ് ഗോസ് ടു സാച്ചുറേഷൻ Vout കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അതായത് ആ സാച്ചുറേഷൻ വോൾട്ടേജ് മാത്രമാണ് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഈ പാരാമീറ്റർ വെച്ചിട്ട് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പാരാമീറ്റേഴ്സോടെ ഞാൻ പറഞ്ഞു പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഈ ടേമുകളുമായിട്ട് നിങ്ങൾ കുറച്ച് ഫെമിലിയർ ആണോ? ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് generally represented as III, input offset current. Input offset current എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ algebraic difference between the current of inverting and non-inverting terminal ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് മൈ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഈസ് ദിസ് വൺ. This is a positive terminal, this is a negative terminal. ഞാനൊരു ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ IB1 is the current flowing through the non-inverting terminal and IB2 is the current flowing through the inverting terminal. Okay, so the algebraic difference between the current in inverting and non-inverting terminal ആണ് input offset current. So the algebraic difference between current in non-inverting and inverting
terminal. That means IIO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ basically IB1 minus IB2 algebraic difference of current. Okay, അപ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. ആൻഡ് ദ സെക്കൻഡ് ടൈം ഈസ്, സെക്കൻഡ് പാരാമീറ്റർ ഈസ് ഇൻപുട്ട് ബയാസ് കറണ്ട്. ഈ രണ്ട് കറണ്ടുകളാണ് മെയിനായിട്ട് പാരാമീറ്ററിൽ വരുന്നത്. ഇൻപുട്ട് ബയാസ് കറണ്ട് ഈസ് ജനറലി ഡിനോട്ടഡ് ആസ് IB is the average current flowing through the inverting and non-inverting terminal. Average input terminal current. So the IB is just IB1 plus IB2 divided by 2. So this is the input bias current and input offset current. Two important parameters. Might be പ്രോബ്ലത്തിലൊക്കെ ചോദിക്കാറുണ്ട് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് കാണാനും ഇൻപുട്ട് ബയാസ് കറണ്ട് കാണാനും. അപ്പം ബയാസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആവറേജ് കറണ്ട് ആണ്, ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾജിബ്രൈക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ആണ്. ഈ രണ്ട് ടേമുകൾ നിങ്ങൾ നോക്കി വെച്ചോളൂ. ഓക്കെ, അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ മെയിനായിട്ട് 90% പ്രോബ്ലത്തിന് മേലെ ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ പ്രോബ്ലംസ് ആണ് ചോദിക്കുക. ഈവൻ ആ ആംപ്ലിഫയർ ഐഡിയൽ ഓപ്പാമ്പ് ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് നോക്കാം. സോ ദ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ എന്താണ് അതിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ്? ഇതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സെക്കൻഡ് ഈസ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. തേർഡ് ഈസ് ഗെയിൻ. ആൻഡ് ഫോർത്ത് ഈസ് ബാൻഡ് വിഡ്ത്ത്. And fifth is CMRR. And this is the slew rate. ഈ രണ്ട് പാരാമീറ്റർ വെച്ചിട്ട് ബാക്കിയുള്ള പാരാമീറ്ററൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പാരാമീറ്റർ അല്ല, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ആംപ്ലിഫയറിൻ്റെ ആണെങ്കിലും ഒരു ഡിവൈസിൻ്റെ ആണെങ്കിലും. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപിഡൻസിനെയാണ് ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ഇൻഫൈനൈറ്റ് ആയിരിക്കണം. ഐഡിയൽ കേസിലാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസ് ഇറ്റ്സ് ഇൻ ദ കേസ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് സം മെഗാ ഓം. കിലോ ഓമിലല്ല, മെഗാ ഓം റേഞ്ചിലായിരിക്കും അതിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ഐഡിയലി നമ്മൾ പറയുമ്പോൾ ഇറ്റ്സ് ഇൻഫൈനൈറ്റ്. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓപ്പൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം റെസിസ്റ്റൻസ് ആണ് അത് കൊടുക്കുന്നത്, ഇൻപുട്ട് ഇംപിഡൻസിൽ കൊടുക്കുന്നത്. ഔട്ട്പുട്ട് ഇംപിഡൻസ് ഈസ് 0. That means there will be no resistance. Practically it is in the range of some ohms, 10 ohm, 20 ohm, 30 ohms. It's like that. It's a very small resistance. Okay, but in ideal case it's taken as 0. And gain is also infinite. Gain infinite എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ വളരെ ഒരു സ്മോൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ആംപ്ലിഫൈ ചെയ്ത് ഒരു വളരെ വലിയ വോൾട്ടേജിലേക്ക് അത് ആംപ്ലിഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. ഗെയിൻ ഈസ് ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ 0 വോൾട്ടേജിൽ പോലും അത് ആംപ്ലിഫൈ ചെയ്ത് വലിയൊരു വോൾട്ടേജിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ബട്ട് ഇൻ പ്രാക്ടിക്കലി നമ്മളൊരു വളരെ ചെറിയൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഈവൻ ഇൻ ദ ഫോം ഓഫ് മില്ലി വോൾട്ട് ഓർ മൈക്രോ വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലെ ഇത് ആംപ്ലിഫൈ ചെയ്ത് ഏറ്റവും വലിയൊരു വോൾട്ടേജിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഈസ് ഓൾസോ ഇൻഫൈനൈറ്റ്. എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ ടൈം? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, പ്രാക്ടിക്കലി ഇറ്റ് വിൽ ബി ഓപ്പറേറ്റ് ഇൻ DC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ഫ്രീക്വൻസിയാണ്. ഓക്കെ,
അതിനകത്ത് പൾസേഷൻ ഒന്നുമില്ല, സീറോ ഫ്രീക്വൻസിനെയാണ് നമ്മൾ ഡി സി എന്ന് പറയുന്നത്. ഈവൻ ഇറ്റ്സ് ഇൻ ഫ്രീക്വൻസി ഇൻ മെഗാ ഹെർട്സ് ജിഗാ ഹെർട്സ് റേഞ്ചിലൊക്കെ അത് ആംപ്ലിഫൈ ചെയ്യണം. ആംപ്ലിഫൈ ചെയ്യുന്ന എന്ത് ഓപ്പറേഷനാണോ അത് ഉപയോഗിക്കുന്നത് ആ ഓപ്പറേഷൻ അതുപോലെ തന്നെ പെർഫോം ചെയ്യണം വിത്തൗട്ട് എനി പ്രോബ്ലം എന്നാണ് പറയുന്നത്. അപ്പം ബാൻഡ് വിഡ്ത്ത് ഇൻഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഏത് ഫ്രീക്വൻസി റേഞ്ചിലും അത് ഓപ്പറേറ്റ് ചെയ്യണം എന്നാണ്, വിത്തൗട്ട് എനി പ്രോബ്ലം ആയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞ ടേം കൊണ്ട്. ഓക്കെ, ഇനിയുള്ള രണ്ട് ടേമുകളാണ് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ മാത്രമായിട്ട് വരുന്ന രണ്ട് ടേമുകൾ. ദാറ്റ് ഈസ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. വൺ ഈസ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടൈം. Common mode rejection ratio, and this is slew rate. It's simply represented as SR. എന്താണ് CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്താണെന്ന് നമുക്ക് നോക്കാം. എത്രമാത്രം കോമൺ ആയിട്ട് വരുന്ന സിഗ്നലിനെ അത് റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെഷറാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻപുട്ടിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് ഒരു ഇൻപുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അത് മൊത്തം റിജക്റ്റ് ചെയ്ത് കളയണം. ഓക്കെ, സോ ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എ ഇൻറ്റു വി ഐ ഡി ആയിരുന്നു. വി ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, V1 മൈനസ് V2 ആണ്. ഓക്കെ, അപ്പോൾ എത്രമാത്രം കോമൺ ആയിട്ട് വരുന്ന സിഗ്നലിനെ ഇപ്പോൾ V1 ഉം V2 ഈക്വൽ ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, വി ഔട്ട് ഷുഡ് ബി 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് കോമൺ ആയിട്ട് വരുന്ന സിഗ്നലിനെ എത്രമാത്രം റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെഷറാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മെഷർ ചെയ്യുന്നത് CMRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് AD/ACM എന്നാണ് പറയുന്നത്. വേറെ AD എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്. ഡിഫറൻഷ്യൽ ഗെയിൻ ആൻഡ് ACM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ മോഡ് ഗെയിൻ ആണ്. എങ്ങനെയാണ് അപ്പോൾ ഡിഫറൻഷ്യൽ കോമൺ മോഡ് ഗെയിൻ കണ്ടുപിടിക്കുക? ഇപ്പം ഞാൻ എൻ്റെ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് കോമൺ ആയിട്ട് വരുന്ന ഇപ്പോൾ ഈ ദിസ് ഈസ് V1 പോസിറ്റീവ് ടെർമിനൽ, ദിസ് ഈസ് നെഗറ്റീവ് ടെർമിനൽ V2. ഇപ്പോൾ ഈ V1 ഉം V2 ലും ഞാൻ ഒരു സിഗ്നൽ തന്നെയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. കോമൺ ആയിട്ട് ഒരു സിഗ്നലാണ് Vin ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, Vin എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് വരണം, ഔട്ട്പുട്ടിൽ 0 ആണ് വരേണ്ടത്. V out should be 0 at this time because എന്താണ്, A ഇൻറ്റു VID ആണ് വരേണ്ടത്. VID V1 മൈനസ് V2 ആണ്. V1 ലും V2 ലും ഞാൻ Vin ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. സോ ഐഡിയലി CMRR എന്ന് പറയുന്നത് അപ്പോൾ AD by ACM. ACM എന്ന് പറഞ്ഞാൽ കോമൺ കോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് എനിത്തിങ് ബൈ 0 ഈസ് ഇൻഫൈനൈറ്റ്. സോ ഇൻ ഐഡിയൽ കേസിൽ CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ബട്ട് ഇൻ പ്രാക്ടിക്കലി ഇറ്റ്സ് എ വെരി ബിഗ് വാല്യൂ. വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും പ്രാക്ടിക്കലി കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോമൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇവിടെ കിട്ടേണ്ട VID എന്ന് പറയുന്നത് V1 മൈനസ് V2 ആണെങ്കിൽ പോലും സം ഓഫ് the leak voltage will be there. VID perfectly V1 minus V2 ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യില്ല. ഈ R in എന്ന് പറയുന്നത് നമ്മൾ വളരെ വലിയ ഹൈ വാല്യൂ ആണെന്നാണ് ഐഡിയലി പറയുന്നത്. അത് ഓപ്പൺ സർക്യൂട്ട് ആണെന്നാണ്, അത്ര വലിയൊരു വാല്യൂ ആണെന്നാണ് പറയുന്നത്. ബട്ട് ദർ വിൽ ബി എ ആറിനൊരു വാല്യൂ ഉണ്ട്, ഡെഫിനറ്റ് വാല്യൂ ഉണ്ട്. ഇറ്റ്സ് വെരി ഹൈ വാല്യൂ ആയിട്ടുള്ള ഒരു വാല്യൂ ആണുള്ളത്. അത് കാരണം ഒരു കണക്ഷനുണ്ട്. സോ VID എന്ന് പറയുന്നത് V1 മൈനസ് V2 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി V1 മൈനസ് V2 ആവില്ല. അതുകൊണ്ടാണ് നമുക്ക് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഒരു വളരെ വലിയ വാല്യൂ കിട്ടുന്നത്. ബട്ട് ഐഡിയലി നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഈ വാല്യൂ ഷുഡ് ബി ഇൻഫൈനൈറ്റ് ആയിരിക്കും. സോ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ CMRR ഇൻഫൈനൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ എത്രമാത്രം കോമൺ ആയിട്ട് വരുന്ന സിഗ്നലിനെ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെഷറാണ് ഈ CMRR എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ദെൻ സ്ലൂ റേറ്റ്. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് എന്നുള്ളതിൻ്റെ മെഷറാണ്. ഓക്കെ, ഹൗ ഫാസ്റ്റ്ലി, ഇറ്റ്സ് എ മെഷർ ഓഫ് ഹൗ ഫാസ്റ്റ്ലി ദി ഔട്ട്പുട്ട് റെസ്പോൺസ് വിത്ത് ഇൻപുട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെ എത്രമാത്രം ഫാസ്റ്റ് ആയിട്ടാണ് ഇത് അഡാപ്റ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് ചേഞ്ച് തരുന്നത്. ഇൻപുട്ടിനെ എത്രമാത്രം അഡാപ്റ്റീവ് ആയിട്ടാണ് ഔട്ട്പുട്ട് ചേഞ്ച് തരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് dV0/dt. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഫാസ്റ്റ്ലി ഇത് റെസ്പോണ്ട് ചെയ്യുന്നു. ഇൻപുട്ടിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ എത്രമാത്രം ചേഞ്ചിലാണ്, എത്രമാത്രം ഫാസ്റ്റ് ആയിട്ടാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഐഡിയൽ കേസിൽ ഈ DT എന്ന് പറയുന്നത് 0 ആയിരിക്കും. വിത്തിൻ നോ ടൈം ആ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുത്തും. അപ്പം സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു dV0/dt, ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ നോ ടൈം ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. ഇൻപുട്ടിൽ ഉണ്ടാകുന്ന വേരിയേഷനിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്സ് ഇൻ ഐഡിയൽ കേസിൽ മാത്രമാണ് നടക്കുള്ളൂ. ഇൻ പ്രാക്ടിക്കൽ കേസിൽ വളരെ ഫാസ്റ്റായിട്ട് ഇൻപുട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫാസ്റ്റായിട്ട് ആ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടിന് ചേഞ്ച് വരുത്താൻ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന് സാധിക്കില്ല. കാരണം നമുക്കറിയാം എല്ലാ ഡിവൈസിനും അതിൻ്റെതായ ഒരു സ്ലോനെസ് ഉണ്ട്. അത് സ്ലോ ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയറിന് ഒരു സ്ലോനെസ് ഉണ്ട്. അതായത് ഇൻപുട്ട് വളരെ റാപ്പിഡായിട്ട് ചേഞ്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചായിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബട്ട് ഇൻ ഐഡിയൽ കേസിൽ പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്പീഡിലായിട്ട് ഇത് റെസ്പോണ്ട് ചെയ്യും. എത്ര സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്പീഡിലായിട്ട് ഇത് റെസ്പോണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദറ്റ് മീൻസ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആൻഡ് സ്ലൂ റേറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം, പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. നമുക്ക് പ്രോബ്ലംസ് എല്ലാം തന്നെ ചോദിക്കുന്ന ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യും ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ പഠിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ബേസിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ടാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് ക്യാൻ ഓൾസോ പെർഫോം ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷനും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്ന ആംപ്ലിഫയർ ആണ് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അത് ആംപ്ലിഫയർ ആയിട്ട് ചെയ്യാം. കാരണം എന്താണ്, നമുക്ക് രണ്ട് ഇൻപുട്ട് ടെർമിനലുണ്ട്. ഐദർ വി ക്യാൻ ഫെഡ് ദ ഇൻപുട്ട് ഇൻ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഓർ വി ക്യാൻ ഫെഡ് ദ ഇൻപുട്ട് ഇൻ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. ഒന്നിന് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കാം, അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കാം. ഓക്കെ, ഫൈൻ. സോ ഇനി ഞാൻ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് കൊടുക്കുന്നതെങ്കിൽ, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, ഇൻവെർട്ടിംഗ് ടെർമിനലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയാം. ഓക്കെ, അതിന് മുമ്പ് തന്നെ രണ്ട് ടൈപ്പ് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം. ഒന്നിൽ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ചെയ്യാം. ആംപ്ലിഫിക്കേഷനിൽ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ നോ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ഫീഡ്ബാക്ക് സർക്യൂട്ടിനെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് സർക്യൂട്ട് എന്ന് പറയുന്നത്. There will be no connection between ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതിനെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഓപ്പറേഷൻ ആംപ്ലിഫയർ വരയ്ക്കുകയാണെന്ന് കരുതിയിരിക്കും. അതിനകത്ത് ഞാൻ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് സിഗ്നൽ കൊടുക്കുന്നത്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം പോസിറ്റീവ് ടെർമിനലാണ് ഞാൻ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ലെറ്റ് മൈ ഇൻപുട്ട് ഈസ് Vin. ഞാൻ Vin കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ് ടെർമിനലാണ്. ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ്. Okay, this is my V0. Okay,
സോ വി നോ ദാറ്റ് V0 എന്ന് പറയുന്നത് എന്താണ്? V0 എന്ന് പറയുന്നുണ്ടെങ്കിൽ A, where A is the gain of open loop gain of this amplifier. A എന്ന് പറയുന്നത് ഈ gain of the amplifier ആണ്, this open loop gain. ഇത് ഐഡിയൽ കേസിൽ ഇൻഫൈനൈറ്റ് ആണ്, അതവിടെ നിൽക്കട്ടെ. A into VID ആണ്. V0 is equal, where VID is the difference between the input and output. Okay, this is V1 and this is V2. Okay, so A into VID, where VID is എന്ന് പറയുന്നത് V1 minus V2 ആണ്, where V2 is grounded 0 voltage and V1 എന്ന് പറയുന്നത് Vin ആണ്. So A into Vin ആണ് V0 എന്ന് പറയുന്നത്. Okay, where A എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആണ്. Here A is very big value, ഇൻഫൈനൈറ്റ്, ഐഡിയൽ കേസിൽ ഇൻഫൈനൈറ്റ് ആണെന്ന് പറയാം. അപ്പം V0 will be a positive infinite when Vin is positive. Okay, when Vin is negative, V0 is minus infinite, isn't it? From this we know that. ബട്ട് എന്താണ് ഈ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്? ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻഫൈനൈറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V0 വിൽ ബി പ്ലസ് V SAT. ഈ സാച്ചുറേഷനിലേക്ക് പോയതിനാണ് നമ്മൾ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് V0 ഈസ് നെഗറ്റീവ് മീൻസ് V0 ഈസ് മൈനസ് V SAT. സാച്ചുറേഷൻ വോൾട്ടേജിലേക്ക് പോയതിനാണ് നമ്മൾ ഇൻഫൈനൈറ്റിലേക്ക് പോയി എന്ന് പറയുന്നത്. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് പോയി എന്നല്ല പറയുന്നത്. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് V സാച്ചുറേഷനിലേക്കും മൈനസ് V സാച്ചുറേഷനിലേക്കും പോകുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഞാൻ ഒരു ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഇപ്പം ഞാൻ ഈ ടെർമിനലിൽ ഞാനൊരു സിഗ്നൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പം എബോവ് സർക്യൂട്ടിൽ ഞാനൊരു സൈനസോയിഡൽ സിഗ്നൽ വീനായിട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. വീൻ എന്ന് പറയുന്ന ഒരു സൈനസോയിഡൽ സിഗ്നലാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സൈനസോയിഡൽ സിഗ്നലാണ് ഞാൻ വീനിൽ കൊടുക്കുന്നത്. എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്? സോ മൈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് whenever Vin is positive, this is positive cycle, this is negative cycle, this is positive cycle, negative cycle. Vout will be plus V SAT. Whenever this is, instead of this is plus V SAT voltage, and this will be minus V SAT voltage on that here. So it will be like this up to this value. And it will be goes down to minus V SAT, will be like that. It will be like that. But whenever Vin is positive, Vout is plus V SAT. It will goes to plus V SAT. Whenever Vin is negative, Vout is minus V SAT. It will goes to minus saturation. Okay, fine. It will goes like that. Okay. So when it is in open loop configuration, even the input voltage is very small, the output is A into VID. So A into VID means a very high value because A value is very much higher value. Okay. അപ്പോൾ ഈവൻ ഒരു വളരെ ചെറിയൊരു സൈനസോയിഡൽ സിഗ്നൽ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്കൊരു സ്ക്വയർ സിഗ്നലാണ് കിട്ടുക. പ്ലസ് V SAT മൈനസ് V SAT ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യുന്ന ഒരു സ്ക്വയർ സിഗ്നൽ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഈ സെയിം സർക്യൂട്ടിൽ എൻ്റെ മൈനസിലാണ്, നെഗറ്റീവ് ടെർമിനലിൽ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് കൊടുത്തിരുന്നെങ്കിൽ ഇതെനിക്ക് ഇൻവെർട്ടിംഗ് ആയി മാറിയേനെ, ഔട്ട്പുട്ട് ഇൻവെർട്ടിംഗ് ആയി മാറിയേനെ. ഔട്ട്പുട്ട് ഇൻവെർട്ടിംഗ് ആയി മാറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സൈക്കിളിൽ എനിക്ക് മൈനസ് V SAT കിട്ടിയേനെ, നെഗറ്റീവ് സൈക്കിളിൽ പ്ലസ് V SAT കിട്ടിയേനെ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഒരു
ഇങ്ങനെ ഒരു സർക്യൂട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കമ്പാരേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇൻപുട്ട് ടെർമിനലും രണ്ട് ഇൻപുട്ട് ടെർമിനലുകൾ കമ്പയർ ചെയ്യാനുള്ള ഒരു സിഗ്നൽ ഒരു സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. സോ ബേസിക്കലി ദിസ് സർക്യൂട്ട് ക്യാൻ ബി ആക്ട് ആസ് എ കമ്പാരേറ്റർ. ഇതിന് ഒരു ആംപ്ലിഫയർ എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ പ്ലസ് വി സാറ്റിലും ഒന്നിൽ മൈനസ് വി സാറ്റിലാണ്. ഈ സിഗ്നലിനെ അതുപോലെ തന്നെ ആംപ്ലിഫൈ ചെയ്ത് തരികയില്ല. ഓക്കെ, so rather than it's an amplifier, it's just a comparator. Say comparator circuit. Comparator circuit compare